എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചതയം നക്ഷത്രക്കാര് നിത്യവും ജപിക്കേണ്ട മന്ത്രത്തെയും സ്തുതിയെയും കുറിച്ചാണ്. കൂടാതെ അവർ ഈ പറയുന്ന നിസ്സാരമായ കാര്യം കൂടി നിത്യവും ചെയ്തു പോന്നാൽ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാവിധ സമ്പത്തും എല്ലാം അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നന്മകളുണ്ടാവും. ഈ പറയുന്ന നിസ്സാരമായ കാര്യം ചെയ്താൽ മതി. എന്തെന്ന് വെച്ചാൽ നക്ഷത്രമൃഗമായ കുതിരയ്ക്കും നക്ഷത്രപക്ഷിയായ മയിലിനും നിത്യവും ജലവും ആഹാരം നൽകുക. കൂടാതെ നക്ഷത്രവൃക്ഷമായ കടമ്പ് നട്ടുവളർത്തുക, പരിപാലിക്കുക. എങ്ങനെയാണോ കടമ്പ് വളരുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാവും. പിന്നെ പറയാനുള്ളത് നക്ഷത്രദേവതയായ വരുണന്റെ മന്ത്രം നിത്യവും 12 പ്രാവശ്യം കുറഞ്ഞു ജപിക്കുക. എത്ര വേണമെങ്കിലും ജപിക്കാം, നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ. എന്നാലും കുറഞ്ഞത് 12 തവണ നിത്യവും ജപിക്കുക. കൂടാതെ ചതയ നക്ഷത്രക്കാര് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമ്മുടെ മണ്ണാറശാല അതുപോലെ ക്ഷേത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുക. ഈ പറയുന്ന രാഗസ്തുതി നിത്യവും 7 തവണയെങ്കിലും നിങ്ങൾ നിത്യവും ജപിക്കാൻ നോക്കുക. ഞാൻ പറയുന്നത് പരമാവധി കുറച്ചാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ജപിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. കുറഞ്ഞത് 7 തവണയെങ്കിലും ജപിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അർത്തകായം മഹാവീര്യം ചന്ദ്ര ആദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമ്യാമ്യഹം. ഈ മന്ത്രസ്തുതിയാണ് നിത്യവും 7 തവണ ജപിക്കേണ്ടത്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും സമ്പൽ സമൃദ്ധിയും സമാധാനവും കുടുംബത്തിൽ ഐക്യവും എല്ലാം ഉണ്ടായി വരും.